സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ തിരുവനന്തപുരം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ഇന്നും പ്രതിഷേധം. ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരെ 2 പേർ തടഞ്ഞു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, ഇന്നലെ ഈ ആഭ്യന്തര പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ നിക്ഷേപകർ വളരെ പ്രക്ഷുബ്ധരായി വലിയ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ജീവനക്കാരെ ബാങ്ക് തുറക്കുന്നതിൽ നിന്ന് പോലും തടയുന്ന തരത്തിൽ പ്രതിഷേധമുണ്ട് അവിടെ. മധു, വലിയ തോതിലുള്ളൊരു ഗുരുതരമായ ക്രമക്കേടാണ് ചെമ്പഴന്തിയിലെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. അത് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ടുള്ള അണിയൂർ ജയകുമാർ. 17 കോടി രൂപയുടെ മൂല്യശോഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിലടക്കം തുറന്ന് സമ്മതിക്കുന്നത്. ഈ പല നിക്ഷേപകരും മാസങ്ങളായി അവിടെ കയറി ഇറങ്ങി നടക്കുകയാണ്. അവരുടെ നിക്ഷേപങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ അവിടെ ഇട്ടവരുണ്ട്. മാസങ്ങളായി അതിനുവേണ്ടി അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി കാലാവധി കഴിഞ്ഞിട്ടും കയറി ഇറങ്ങി നടന്നിട്ടും യാതൊരു തരത്തിലുള്ളൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പിന്നാലെ ബിജുകുമാറിൻ്റെ മരണം കൂടി എത്തിയതോടുകൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ ബാങ്കിൻ്റെ കൈവിട്ട് പോയത്. ബാങ്കിന് മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു, നീതി സ്റ്റോർ ഉണ്ടായിരുന്നു, മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ പ്രതിഷേധക്കാർ അടപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇനി ഏതായാലും നിക്ഷേപകർക്ക് പണം തിരികെ നൽകിയിട്ട് മതി, അല്ലെങ്കിൽ ഈ കാര്യത്തിലൊരു തീരുമാനമായിട്ട് മതി ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നൊരു നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ എല്ലാം തന്നെ ഉള്ളത്. ഈ നിക്ഷേപകരെല്ലാം കൂടെ നാളെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ ഒരു സമരസമിതി അടക്കം രൂപീകരിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ എല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. പ്രത്യേകിച്ചും 17 കോടി രൂപയുടെ മൂല്യശോഷണം ഈ ബാങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയൊന്നും തന്നെ ബാങ്കിന് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കൃത്യമായ ജാമ്യ വ്യവസ്ഥകളൊന്നും തന്നെ പാലിക്കാതെയാണ് പലർക്കും വായ്പയടക്കം നൽകിയത്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഈ പണം കണ്ടെത്തുക എന്നതും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ബാങ്കും ഉള്ളത്. ഏതായാലും വലിയ തോതിൽ ഈ നിക്ഷേപകരെല്ലാം തന്നെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അവിടെ പോകുമ്പോൾ ഈ വാർദ്ധക്യകാലത്ത് ഉപകരിക്കുന്നതിന് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒക്കെ ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണമാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കാതെ ആയിരിക്കുന്നത്.